ദേവരാഗം രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 27. ബാലുവും വൈശാഖിയും അവനെ നോക്കി നിന്നതല്ലാതെ മറ്റൊന്നും ഉരിയാടിയില്ല. ഒന്നുമില്ല ദേവ, ഞങ്ങൾ ഓരോന്നും പറഞ്ഞിരിക്കുമായിരുന്നു. പല്ല് മുഴുവനും കാട്ടി ചിരിച്ചുകൊണ്ട് വസുന്ധര പെട്ടെന്ന് ചാടി കയറി പറഞ്ഞു. കാരണം ആ വീട്ടിൽ സ്വന്തം മകൾ കാരണം ഒരു സീനുണ്ടാവാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. മകളുടെ കള്ളത്തരവും പരുങ്ങലും കണ്ടപ്പോൾ തന്നെ ഗൗരിയുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള കാര്യം വസുന്ധരയ്ക്ക് ഇതിനോടകം തന്നെ മനസ്സിലാവുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, അപ്പുറത്ത് നിൽക്കുന്നവൻ തൻ്റെ ഏട്ടനാണ്. സ്വന്തവും ബന്ധവും ഒന്നും നോക്കിയില്ല, എല്ലാം വെട്ടി തുറന്നങ്ങ് പറയും. അതും ചിലപ്പോൾ ഗൗരിയുടെയും ദേവൻ്റെയും കല്യാണക്കാര്യത്തിന് ഒരു തടസ്സമായാലോ എന്ന് പോലും അവരാ നേരം ചിന്തിച്ചിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഇവിടെ എന്തിനാ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത്? വൈശാഖി ഇരുന്ന് പഠിക്കുന്നത് കണ്ടില്ലേ? എല്ലാവരുടെയും നിൽപ്പും ഭാഗവും ഒക്കെ കണ്ടപ്പോൾ തന്നെ മഹാദേവനും സംശയം തോന്നിയിരുന്നു. അയ്യോ, പോവാ മോനെ, ഇപ്പോൾ തന്നെ പോവാ, വാടി ഇങ്ങോട്ട്. ദേവനെ നോക്കി ഒരു വിളറിയ ചിരി ചിരിച്ചിട്ട് ഗൗരിയുടെ കയ്യിലവർ ദേഷ്യത്തോടെ പിടിച്ചു വലിച്ചു. എന്നിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കടുത്ത മുഖവുമായി അമ്മയ്ക്ക് പിന്നാലെ ഗൗരി നന്ദിയും. നിനക്കൊന്നും പഠിക്കാനില്ലേ? അവർ പോയതും മഹാദേവൻ വൈശാഖിയോട് ഒച്ച ഉയർത്തി. ഉണ്ട് സാർ. അവൾ ധൃതിയിൽ അപ്പോൾ തന്നെ കസേരയിലേക്കിരുന്നു. അവൾ ഇവിടെ ഇരുന്ന് എഴുതുമായിരുന്നടാ. അപ്പോഴായി ഗൗരി ഈ റൂമിൽ കിടക്കണമെന്നും പറഞ്ഞ് വന്നത്. അതിൻ്റെ ഒച്ചപ്പാടാ നീ ഇവിടെ കേട്ടത്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ബാലു ഒരു ചിരിയോടെ അത്രയും പറഞ്ഞു. ആ. വൈശുവിനെയും അച്ഛനെയും ഒന്ന് ഇരുത്തി നോക്കിയിട്ട് മഹാദേവൻ അവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ പോയതും വൈശാഖി ഒട്ടൊരാശ്വാസത്തോടെ കസേരയിലേക്ക് ചാരി. വൈശു, നിനക്ക് സങ്കടമായോ? ഭാസ്കരൻ മേശയുടെ മുകളിലായി ഇരു കൈകളും കുത്തി നിന്നുകൊണ്ട് അവളുടെ വാടിയ മുഖത്തേക്ക് നോക്കി. അത് കഴിഞ്ഞതല്ലേ ബാലു? ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും പെണ്ണതൊരു ചിരിയിൽ ഒളിപ്പിച്ചു. കാരണം ആ കുടുംബത്തിൽ താൻ കാരണം ഒരു പ്രശ്നമുണ്ടാവാൻ വൈശാഖി ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. വൈശു, പെങ്കൊച്ചുങ്ങളായ കുറച്ചൊക്കെ തൻ്റെ ഇടം വേണം. നീ ഇത്രയ്ക്ക് പാവായി പോവരുത്. നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒരാൾ നിർബന്ധിച്ച് ചെയ്യിക്കാൻ നോക്കിയാൽ അത് പറ്റില്ലെന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും നീ കാട്ടണം. എന്നും എല്ലാവരും ഒന്നും നമ്മുടെ കൂടെ കാണില്ല മോളെ. അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാ വൈശു. അവളുടെ കവളിൽ വാത്സല്യത്തോടെ 2 തട്ട് തട്ടി ബാലു. വൈശാഖിയൊന്നും മിണ്ടിയില്ല. പകരം അയാളെ കണ്ണുകൾ വിടർത്ത് നോക്കിക്കൊണ്ടിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സ്നേഹത്തോടെ ഒരാൾ തന്നെ ശാസിക്കുന്നത്. മറുപടിയായി താൻ കൊടുക്കുന്ന ഒരു മൂളിച്ച പോലും ബാലുവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമോ എന്നവൾ ആ നേരം അവൾ പേടിച്ചു. നീ ഇങ്ങനെ തൊട്ടാവാടി ആവല്ലേ കൊച്ചേ, സ്ട്രോങ് ആവണം. ഇപ്പോൾ തന്നെ നിന്നെ ഗൗരി മുതലെടുക്കുമല്ലായിരുന്നോ? നീ അതിന് നിന്നും കൊടുത്തു. ഇത് ഞാൻ റെൻ്റ് കൊടുക്കുന്ന മുറിയാണ്, നിനക്കാരാ ഇവിടെ കയറാൻ അനുവാദം തന്നത് എന്നൊറ്റയൊരു ഡയലോഗും അടിച്ച് മുറിയുടെ വാതിൽ അടച്ചു പൂട്ടിയാൽ തീരുന്ന കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളിപ്പോൾ. അതിങ്ങനെ ഇരുന്ന് എൻ്റെ കൊച്ചു ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ? ബാലുവിന് അവളോട് അടങ്ങാത്ത വാത്സല്യം തോന്നി, അതിയായ സ്നേഹവും. ഇരുന്ന് പഠിച്ചോ. ഇപ്പോൾ നടന്നതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. എനിക്ക് നിന്നെ വിശ്വാസമാണ്, രക്തബന്ധത്തെക്കാട്ടിലും. അതുകൊണ്ട് എൻ്റെ വൈശുക്കൊച്ച് സമാധാനമായിട്ടിരിക്കെ. എൻ്റെ വൈശുവിനെ പതിയെ പതിയെ ഞാൻ ബോൾഡാക്കി എടുക്കോളാം കേട്ടോ. വേഗം എഴുതി തീർത്തിട്ട് കയറി കിടന്ന് ഉറങ്ങിക്കോ. നാളെ നമുക്ക് കോളേജിൽ പോകണ്ടല്ലേ? അവളുടെ നെറുകയിലൊന്ന് തഴുകിയിട്ട് അയാൾ ചിരിച്ചു. എന്നിട്ട് മുറിയിൽ നിന്ന് മെല്ലെ ഇറങ്ങിപ്പോയി. അതേ സമയം അയാൾ പോണ വഴിയെ നോക്കിയിരുന്നവളുടെ കണ്ണുകളിൽ എന്തിനെന്നറിയാതെ നിറഞ്ഞു പോയിരുന്നു. അത് സങ്കടം കൊണ്ടായിരുന്നില്ല, മറിച്ച് അടക്കാനാവാത്ത സന്തോഷം കൊണ്ടായിരുന്നു എന്ന് മാത്രം. ഒരച്ഛൻ്റെ സ്നേഹവും കരുതലും ആദ്യമായി അനുഭവിച്ച ഒരു പെണ്ണിൻ്റെ ആനന്ദം അത് വാക്കുകളിൽ കൂടി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ലായിരുന്നു വൈശുവിന്. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് കിട്ടാതെ പോയ കാര്യങ്ങളാണ്. ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിന് വേണ്ടി, കരുതലിന് വേണ്ടി, ഒരു തലോടലിന് വേണ്ടി കൊതിച്ച നാളുകൾ അവൾക്കപ്പോൾ ഓർമ്മ വന്നു. ഇപ്പോൾ അന്യരായ കുറച്ച് മനുഷ്യരിൽ നിന്നും ഇതൊക്കെ തനിക്ക് കിട്ടുന്നു. ആ പാവം പെണ്ണിൻ്റെ മനസ്സ് നിറയാൻ ഇതിൽ പരം മറ്റെന്താ വേണ്ടത്? അവൾക്ക് ആ കുടുംബത്തെ തൻ്റേതാക്കാൻ ആ നിമിഷം തോന്നിപ്പോയി. കാരണം ഇവിടെ സങ്കടങ്ങളില്ല, തിരക്കുകളില്ല, വഴക്കുകളില്ല, പോരാട്ടങ്ങളോ തമ്മിൽ തല്ലുകളോ ഈഗോയോ ഇല്ല, വെറുപ്പോ ദേഷ്യമോ പകയോ ഇല്ല.
പകരം സ്നേഹം മാത്രമേ ഉണ്ടാവൂ. സ്നേഹം മാത്രം. ആ വീട്ടിലെ ഒരംഗമായിരുന്നെങ്കിൽ എന്നവൾ ആ നേരം അതിയായി കൊതിച്ചുപോയി. തന്നിലേക്ക് അവരെ അടക്കി പിടിക്കാൻ ആഗ്രഹിച്ചു പോയി. സൂര്യപ്രകാശം കിട്ടാതെ ഇരുളിൽ കഴിയേണ്ടി ഒരു ചെടിയുടെ ഇലകൾക്ക് ഒരു സുപ്രഭാതത്തിൽ അത് കിട്ടുമ്പോൾ അവ വെട്ടത്തിന് നേരെ ആർത്തിയോടെ വളർന്നു തുടങ്ങാറില്ലേ? അതായിരുന്നു ഇവിടെ വൈശാഖിയുടെ അവസ്ഥയും. ബാല്യത്തിലും കൗമാരത്തിൻ്റെ തുടക്കത്തിലും സ്നേഹം കിട്ടാതെ വളർന്നവൾക്ക് അവ വാരിക്കോരി കിട്ടാൻ തുടങ്ങിയപ്പോൾ അവളുടെ മനസ്സും അതിലേക്ക് ചായാൻ തുടങ്ങിയിരുന്നു. ആ കൗമാരക്കാരിയുടെ മനസ്സ് അമ്മയും അച്ഛനും അനിയനും മുത്തശ്ശിയും ഒക്കെയുള്ളൊരു സ്വർഗം സ്വപ്നം കാണുവാൻ തുടങ്ങി. പക്ഷേ മംഗലത്തെ മഹാദേവൻ്റെ മുഖത്തിന് മാത്രം ഒരു പേര് കൊടുക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും പെണ്ണിന് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. സാറാണ്, തന്നെ പഠിപ്പിക്കുന്നവനാണ്. പക്ഷേ അതിലൊക്കെ അപ്പുറം അയാൾ എന്തൊക്കെയോ ആണെന്നുള്ളൊരു തോന്നൽ അവളിൽ പൊടുന്നനെ ഉണ്ടായി. ആ ചിന്തയിൽ തന്നെ അവൾ വെപ്രാളപ്പെട്ടു. വിഷ്ണുവിനെ ഒരു അനിയനായി കാണാൻ തനിക്ക് പറ്റുന്നുണ്ട്. പക്ഷെ സാറിനെ ഒരു ഏട്ടനായി, ഒരു സഹോദരനായി കാണാൻ എന്തുകൊണ്ടോ തൻ്റെ മനസ്സ് പഠിക്കുന്നു. ഇതെന്താ ഇങ്ങനെ? തനിക്കിതെന്തു പറ്റി? ഇങ്ങനൊക്കെ ആദ്യമായിട്ടാണല്ലോ. എത്രയൊക്കെ ആലോചിച്ചിട്ടും അതിനൊരു ഉത്തരം കണ്ടെത്തുവാൻ വൈശാഖിയെ കൊണ്ട് കഴിഞ്ഞില്ല. ഇനി ഇത് വല്ലതുമാണോ തൻ്റെ ബാംഗ്ലൂരിലെ കൂട്ടുകാർ പറഞ്ഞു കേട്ട അറിവിലുള്ള പ്രേമം? പെട്ടെന്നുണ്ടായ ആ ചിന്തയിൽ ഞെട്ടലോടെ തലയിൽ കൈവച്ചിരുന്നു പോയി വൈശാഖി. അങ്ങനെ ഒരു ചിന്ത പോലും അവളിൽ വിറയലുണ്ടാക്കി, പേടിയുണ്ടാക്കി, അവളുടെ ദേഹം വിറപ്പിച്ചു. ഏയ് അല്ല, അങ്ങനൊന്നും അല്ല. സാറ് തൻ്റെ അധ്യാപകനാണ്. ഒരു അധ്യാപകനോടും ഒരു വിദ്യാർത്ഥിക്ക് ഇങ്ങനൊരു ഫീലിങ്സും ഉണ്ടാവില്ല. തനിക്ക് പെറ്റുപറ്റിയിരിക്കുന്നു. അവൾ അപ്പോൾ തന്നെ കുറ്റബോധത്തോടെ മറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കാനായി തുടങ്ങി. പ്രണയമല്ലെങ്കിൽ പിന്നെ ഈ തോന്നുന്ന ഇഷ്ടം എന്താണ്? അവൾ വീണ്ടും ആലോചിച്ചു. പക്ഷെ അവൾക്കതിനുള്ളൊരു ഉത്തരം കിട്ടിയില്ല. ഏറെ നേരം ചിന്തിച്ചിട്ടും സാറ് തനിക്ക് ആരാണെന്നുള്ള ചോദ്യത്തിന് അവൾക്കൊരു നിർവചനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരധ്യാപകനപ്പുറം സാറ് തനിക്ക് ആരൊക്കെയോ ആണ്. അതുമാത്രം അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. സ്നേഹിതനാണോ? അറിയില്ല. ഇനി സാഹോദര്യമാണോ? അതൊട്ടുമില്ല. കെയർ ടേക്കറിൻ്റെ സ്ഥാനമാണോ? അതും അറിയില്ല. ഒന്നും അറിയില്ല. പക്ഷെ താൻ അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. സാറിൻ്റെ ആ ദേഷ്യത്തെ വല്ലാതെ പേടിയാണെങ്കിലും പോലും അതിനെ താൻ സ്നേഹിക്കുന്നുണ്ട്. താൻ വയ്യാതെ കിടന്നപ്പോൾ കരുതലോടെ നോക്കിയ ആ ആളോട് അടക്കാനാവാത്ത ഇഷ്ടം തോന്നിയിരുന്നു. പീരിയഡ്സ് പെയിൻ എടുത്തു കിടന്നപ്പോൾ കണ്ടറിഞ്ഞ് ശുശ്രൂഷിച്ച ആ ആളോട് ഒരുപാട് നന്ദി തോന്നിയിരുന്നു. കോളേജിലെ പടികൾ കയറാൻ വയ്യാതെ നിന്നപ്പോൾ ചുറ്റുമുള്ള ഒരാളെപ്പോലും നോക്കാതെ തന്നെ കൈകളിലേറ്റി നടന്ന ആ ആളോട് ബഹുമാനം തോന്നിയിരുന്നു. പഴയ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങൾ ഓർത്ത് പിടഞ്ഞ് പാനിക് അറ്റാക്ക് വന്നപ്പോൾ സ്വന്തം മുറിയിൽ പേടിയില്ലാതെ കിടക്കാൻ അനുവാദം തന്ന ആ ഒരാളോട് കരഞ്ഞ വിശ്വാസം തോന്നിയിരുന്നു. എന്തോ അറിയില്ല ഇതൊക്കെ എന്താണെന്ന്. എന്തൊക്കെയാണെങ്കിലും സാർ തനിക്ക് എപ്പോഴൊക്കെയോ ഒരു സ്പെഷ്യലായി തോന്നിയിട്ടുണ്ട്. അല്ല, ഇപ്പോഴും തോന്നുന്നുമുണ്ട്. ഇത്തിരി മുൻപുള്ള ഈ നിമിഷം പോലും സാറിനെ കണ്ടപ്പോൾ താൻ പേടിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ താൻ അറിയാതെ തന്നിലൊരു ധൈര്യം ആ നേരം മുളപൊട്ടിയിരുന്നു. മഹിസാർ മുൻപിലിരുന്ന് എംപോസിഷൻ എഴുതുന്ന പേപ്പറിൻ്റെ ഏതോ ഒരു താളിൽ അവൾ പൊടുന്നനെ എഴുതി ചേർത്തു. ഗൗരവനും പിശുക്കനും മാത്രമായ മഹാദേവൻ എന്ന പേരിൽ നിന്നും മഹിസാർ എന്ന പേരിലേക്കുള്ള ഒരു ദൂരം എത്ര മനോഹരമാണെന്നോ. അവളൊരു ചിരിയോടെ വീണ്ടും എഴുത്തു തുടർന്നു. അതും പഴയതിലും വേഗത്തിൽ. ആ പെണ്ണിന് ആവേശമായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം അറിയപ്പെടാതെ കിടക്കുന്ന പേരറിയാത്ത ആ വികാരത്തിൻ്റെ നാമം പ്രണയമാണെന്ന് ചിന്തിക്കുവാനുള്ള വിവേകം പോലും ആ കൗമാരക്കാരിക്കുണ്ടായിരുന്നില്ല എന്നതായിരുന്നു മറ്റൊരു സത്യം. അത്താഴവും കഴിഞ്ഞ് കിടക്കാൻ പോകുന്നതിനിടയിലും മഹാദേവൻ വൈശാഖിയുടെ മുറിയിലേക്ക് ഒന്നെത്തിക്കുത്തി നോക്കി. ഇപ്പോഴും എഴുത്തു തീർന്നിട്ടില്ല. താൻ കൊടുത്ത എംപോസിഷനാണ് പെണ്ണിത്ര കാര്യമായിട്ട് എഴുതുന്നതെന്ന് അവൻ ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു. വൈശാഖി ഒരു വട്ടം കൂടിയൊന്ന് നോക്കിയിട്ട് അവൻ തൊട്ടപ്പുറത്തുള്ള അവൻ്റെ മുറിയിലേക്ക് കാലുകൾ നീക്കി. വാതിലും കഴിഞ്ഞ് അകത്തേക്ക് കയറിയവൻ ഒരു നിമിഷം എന്തോ ആലോചിച്ചുകൊണ്ട് നിന്നിടത്ത് തന്നെ നിന്നുപോയി.
പിന്നീട് എന്തിനോ വേണ്ടി എന്നോടം ഗൗരവത്തോടെ തിരിഞ്ഞു നടന്നു. ഗൗരി കിടക്കുന്ന മുറിയായിരുന്നു അവൻ്റെ ലക്ഷ്യം. പക്ഷെ അവൾ കിടക്കുന്ന റൂമിന് അകത്തേക്ക് കയറേണ്ട ആവശ്യം മഹാദേവനുണ്ടായിരുന്നില്ല. അതിനു മുൻപേ തന്നെ അവൻ കേട്ടിരുന്നു ഒരു ചുവരിനപ്പുറം ഗൗരിയെ ഉപദേശിക്കുന്ന തൻ്റെ അച്ഛൻ്റെ ശബ്ദം. അതുകൊണ്ട് അവൻ തിരിഞ്ഞിരുന്ന് നടന്നു. നിനക്കിച്ചിരി കൂടുന്നുണ്ട് കേട്ടോ ഗൗരി. ആ കൊച്ചിൻ്റെ അടുത്ത് വിളച്ചിലെടുക്കാൻ പോകരുതായിരുന്നു. ഭാസ്കരൻ അവളെ ഉപദേശിച്ചത് കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് വസുന്ധര. അവർക്ക് പറഞ്ഞിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല. അമ്മയൊന്ന് പോയേ, മാമൻ അങ്ങനെയൊക്കെ പറയും എന്നും പറഞ്ഞ് അവളുടെ എല്ലാ അഹങ്കാരത്തിനും കൂട്ടു നിൽക്കാൻ പറ്റുമോ? വാടകക്കാരുടെ നിലയ്ക്കും വിലയ്ക്കും നിൽക്കണം. കണ്ടേച്ചാലും മതി. ഒരു മദാമ വന്നിരിക്കുന്നു. കട്ടിലേക്ക് കയറിക്കിടക്കുന്നതിനിടയിൽ അമ്മയെ നോക്കി അവൾ ചീറി. എടി അസത്തെ, മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്കടി. ഇത് വല്ലതും കേട്ടിട്ട് വേണം എൻ്റെ ഏട്ടൻ വന്ന് നിന്നെ ഇനിയും ഉപദേശിക്കാൻ. മുറിയുടെ വാതിൽ അകത്തുനിന്നും പൂട്ടിയതിന് ശേഷം വസുന്ധര മകളുടെ അരികിലേക്ക് ചെന്ന് കിടന്നു. പിന്നെ ഉപദേശിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരട്ടെ. അവൾ കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഇതാ നിൻ്റെ കുഴപ്പം. ബന്ധുക്കളെയും വീട്ടുകാരെയും എല്ലാവരെയും ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് നടന്നു. ഒടുക്ക് ഈ വീട്ടുകാർ നിന്നെ മരുമകളാക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ തീരും നിൻ്റെ അഹങ്കാരം. ആ ദേവന് നിന്നോട് ഇപ്പോൾ പോലും അങ്ങനൊരു ഇഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഉള്ളവരെ വെറുപ്പിച്ചാലും. പറയാൻ വന്നത് പൂർത്തിയാക്കാതെ പുതപ്പെടുത്ത് പുതച്ചിട്ട് വസുന്ധര മലർന്നു കിടന്നു. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എൻ്റെയാ ദേവേട്ടൻ, എനിക്ക് വേണം ദേവേട്ടനെ. അതിപ്പോൾ ആര് സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും വേണ്ടിയല്ല. ഞങ്ങളുടെ കല്യാണം നടക്കുകയും ചെയ്യും. ഞാൻ ഈ വീട്ടിലെ മരുമോളാവുകയും ചെയ്യും. ഗൗരിയുടെ ഒച്ച ആ മുറിയിൽ ഉയർന്നു. നിൻ്റെ ഒരു ഒടുക്കത്തെ ദേവേട്ടൻ ഭ്രാന്ത്. അല്ല, എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. പണ്ടെപ്പോഴോ കുഞ്ഞിലെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞെന്നും വെച്ച് എല്ലാവരും ഇപ്പോൾ അതൊക്കെ ഓർത്തിരിക്കാൻ പോകുന്നുണ്ടോ? എൻ്റെ ഏട്ടനും ചേട്ടത്തിയും അമ്മയും സമ്മതിച്ചാലും ദേവനതിന് സമ്മളം മുളുപോയെന്ന് എനിക്കിപ്പോഴും നല്ല സംശയമാണ്. വസുന്ധര ഉള്ളിലുള്ളത് അപ്പാടെ മകൾക്ക് മുൻപിൽ കുടഞ്ഞിട്ടു. അമ്മേ! ഗൗരി ചാടി എഴുന്നേറ്റിരുന്ന് ദേഷ്യത്തോടെ അവരുടെ നേർക്ക് വിരൽ ചൂണ്ടി. മകളുടെ പ്രവൃത്തിയിൽ വസുന്ധര ഒന്ന് പേടിച്ചു പോയിരുന്നു. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ, ഇതുപോലെ വർത്തമാനമൊന്നും എൻ്റെ മുമ്പിൽ വന്നിരുന്ന് പറയരുതെന്ന്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ അച്ഛനോട് പറയാൻ പോവാം. എൻ്റെ പഠിത്തം കഴിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദേവേട്ടനെ നിശ്ചയം ഉറപ്പിച്ചു വെക്കാൻ. അതാകുമ്പോൾ ഇനി പേടിക്കേണ്ടയില്ലല്ലോ. ദേഷ്യത്തോടെ അവൾ പല്ലിറുമ്മി. ഗൗരി, നിന്നോടും നിൻ്റെ അച്ഛനോടും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. കാരണം നീ ഇഷ്ടപ്പെടുന്ന എന്തും നിൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവച്ച് തന്ന് നിന്നെ ചീത്തയാക്കിയത് നിൻ്റെ അച്ഛൻ ഒറ്റ ഒരാളാണ്. പക്ഷേ ഇത് ജീവിതമാണ്. വാശി കാട്ടി കൈപ്പിടിയിൽ ഒതുക്കേണ്ടതല്ല ഒരാളുടെ മനസ്സ്. അതുകൊണ്ട് ഒന്നുകൂടെ ആലോചിക്കുക. ദേവനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിൻ്റെ ഈ അഹങ്കാരവും കള്ളത്തരവും കുറച്ചൊന്ന് കുറയ്ക്കാൻ നോക്ക്. അങ്ങനെയെങ്കിൽ എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇവിടുത്തെ മരുമോളായിട്ട് കൈ പിടിച്ച് കയറ്റുകയും ചെയ്യും. അല്ലാതെ ഇന്ന് കാണിച്ചതുപോലെയുള്ള കള്ളത്തരപ്പണികൾ ഇനിയും ഒരിക്കൽ കൂടി കാണിച്ച് സ്വന്തം വില കളയാൻ നിൽക്കണ്ട. അവസാനമായി അത്രയും പറഞ്ഞിട്ട് വസുന്ധര അവളിൽ നിന്ന് തിരിഞ്ഞു കിടന്നു. അമ്മയെ പുച്ഛത്തോടെ ഒരു നോട്ടം നോക്കിയിട്ട് ഗൗരി ഫോണെടുത്ത് തൻ്റെ അച്ഛൻ്റെ നമ്പറിലേക്ക് ഒരു റിങ് കൊടുത്തു. രാവിലെ പ്രാതൽ കഴിക്കാൻ ഭാസ്കരൻ ചെന്നപ്പോഴാണ് വൈശുവിനെ വിളിച്ചത്. കുളി കഴിഞ്ഞ് മുറിയിലെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരുന്നവൾ അത് വേഗത്തിലാക്കിയിട്ട് ബാലുവിൻ്റെ പിന്നാലെ നടന്നു ചെന്നു. പതിവ് പോലെ വിഷ്ണുവും മുത്തശ്ശിയും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഗൗരിയും. ലക്ഷ്മി അമ്മ അവർക്ക് മൂവർക്കും വേണ്ടത് വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. താൻ വരുന്നത് കണ്ടതും ഗൗരിയുടെ മുഖം ഇരുളുന്നത് വൈശാഖി അകലെ നിന്നേ ശ്രദ്ധിച്ചിരുന്നു. വാ മോളെ, വന്നിരുന്ന് കഴിക്ക്. വൈശാഖിയെ കണ്ടതും അവർ പാത്രത്തിൽ ഭക്ഷണം വിളമ്പുവാൻ തുടങ്ങിയിരുന്നു. ദേവൻ ഇതുവരെ വന്നില്ലേ ലക്ഷ്മി? ഭാസ്കരൻ ചെന്ന് കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് തിരക്കി. അടുത്തായിട്ട് വൈശുവിനെയും അയാൾ പിടിച്ചിരുത്തി. വന്നില്ല ബാലേട്ടാ, ഞാൻ പോയി വിളിക്കാം, നിങ്ങൾ കഴിച്ചു തുടങ്ങ്. അവർക്കിരുവർക്കുമായി പാത്രത്തിൽ ഇടിയപ്പവും വെജിറ്റബിൾ സ്റ്റൂവും വിളമ്പിക്കൊടുത്തിട്ട് ലക്ഷ്മി മകനെ വിളിക്കുവാനായി അവിടെ നിന്നും തിരിഞ്ഞു. ഏട്ടൻ വരുന്നുണ്ട്. അപ്പോഴാണ് മഹാദേവൻ മുറിയിൽ നിന്ന് ഇറങ്ങി ഹാളിലൂടെ നടന്നു വരുന്നത് കണ്ടിട്ട് വിഷ്ണു വിളിച്ചു പറഞ്ഞത്, ലക്ഷ്മി, അവനും കൂടെ വിളമ്പ്. ദേവൻ വരുന്നത് കണ്ടതും
കഴിച്ചുകൊണ്ടിരുന്ന ബാലു നിർദ്ദേശിച്ചു. ലക്ഷ്മി അവനുള്ള ഭക്ഷണം കൂടി ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി. എന്നിട്ട് വൈശാഖിയുടെ പാത്രത്തിൻ്റെ അടുത്തായി എടുത്തു വെച്ചു. മഹാദേവൻ വന്ന് കൈ കഴുകി വൈശു ഇരിക്കുന്ന കസേരയുടെ തൊട്ടടുത്ത് കിടന്ന കസേരയിലേക്കാണ് ഇരുന്നത്. എന്നിട്ട് പ്രാതൽ ആസ്വദിച്ച് കഴിക്കാനായി തുടങ്ങി. അതേസമയം മഹാദേവൻ്റെ സാമീപ്യത്തിൽ അടുത്തിരിക്കുന്നവളുടെ ഹൃദയം എന്തിനോ വേണ്ടി മിടിക്കുവാനായി തുടങ്ങിയിരുന്നു. ആകെപ്പാടെ ഒരു വെപ്രാളം. അതുകൊണ്ട് തന്നെ അവളുടെ കഴിപ്പും സാവധാനത്തിലായി. ഇടയ്ക്ക് അടുത്തിരുന്നവനെ അവൾ പാളി നോക്കുവാൻ വൈശാഖി മറന്നുമില്ല. അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ വെളുത്ത മുഖത്ത് കറുത്ത കട്ടിയുള്ള താടിയാണ് അവളുടെ കണ്ണുകളിൽ ആദ്യമായി ഉടക്കിയത്. പിന്നീടാണ് പെണ്ണിൻ്റെ നോട്ടം അവൻ്റെ കുഞ്ഞു കണ്ണുകളിലേക്ക് പാളി വീണത്. വെളുത്തു നീണ്ട ആ നെറ്റിയിൽ തൊട്ടിരിക്കുന്ന ചന്ദനത്തിന് ഇപ്പോഴും നനവുണ്ട്. ഏറ്റവും ഒടുവിലായി വൈശാഖി ശ്രദ്ധിച്ചത് അവൻ്റെ മീശക്കിടയിലുള്ള ചുവന്ന ചുണ്ടുകളായിരുന്നു. പ്ലേറ്റിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ആൾ മെല്ലെ കഴിക്കുകയാണ്, യാതൊരു വിധത്തിലുള്ള തിടുക്കവും കൂട്ടാതെ. ഇടയ്ക്ക് ഇടത്തെ കയ്യിൽ കെട്ടിരിക്കുന്ന വാച്ചിൽ സമയം നോക്കുന്നുണ്ട് എന്ന് ഒഴിച്ചാൽ സാറ് വളരെ ശാന്തനാണ്. അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നു. വേഗം കഴിച്ചിട്ട് എഴുന്നേക്കാൻ നോക്കു വൈശു. പെണ്ണിൻ്റെ പമ്മിച്ച കണ്ടതും ഭാസ്കരൻ അവളുടെ കയ്യിലൊരു തട്ട് തട്ടി. കഴിഞ്ഞു ബാലു. അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതിയെന്നായി. അതുകൊണ്ട് തന്നെ പാത്രത്തിലുള്ളത് വേഗം അവൾ കഴിച്ചു തീർത്തു. എന്നിട്ട് മെല്ലെ ഒരു വട്ടം കൂടി ദേവനെ കള്ളത്തരത്തിലൊന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. അതേസമയം വൈശാഖിയുടെ ഓരോ ഭാവങ്ങളും നോക്കിയിരുന്ന ഗൗരിയുടെ കയ്യിലുള്ള ഭക്ഷണം പാത്രത്തിൽ ഞെരിഞ്ഞു. അപ്പോൾ പതിവ് പോലെ വീണ്ടും പറയുകയാണ്, സ്റ്റോറി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വായിക്കുന്ന പലരും ഉണ്ടെന്ന് എനിക്കറിയാം. തുടർന്നുള്ള എൻ്റെ പാട്ടുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ അത് പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ മിസ്സാവും. അപ്പം അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാവേ.